sir. Okay, good morning. Good morning all. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ സൂം ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. എൻ്റെ പേര് ശോഭ. പേരാമ്പ്രയാണ്, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയാണ് വീട്. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താ വെച്ചാല് എൻ്റെ ടീമിലുള്ള ഒരാളാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് എങ്ങനെയൊക്കെ അദ്ദേഹത്തിന് നമ്മളോട് എതിർക്കാൻ പറ്റുമോ അതൊക്കെ അദ്ദേഹം എതിർത്ത് ചെയ്തു. കാരണം അദ്ദേഹത്തെ കുറ്റം പറയേണ്ട, ഒരുപാട് വായിക്കുകയും ഒരുപാട് അറിവൊക്കെ ഉള്ള ഒരാൾക്ക് ഇത് പെട്ടെന്ന് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അദ്ദേഹം ഈ ഒരു പ്രൊഡക്റ്റിനെയും ഒരുപാട് എതിർത്തിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു പ്രൊഡക്റ്റ് എന്നതിൽ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 27 ദിവസം കൊണ്ട് അദ്ദേഹത്തെ അലട്ടുന്ന ആ ഒരു വലിയ പ്രശ്നത്തിന് റിസൾട്ട് കിട്ടുകയും ഇപ്പോ വളരെ സജീവമായിട്ട് നമ്മളോടൊപ്പം ഈ ബിസിനസ് ചെയ്യുകയും ചെയ്യുന്ന ബാലുശ്ശേരി സ്വദേശി പുരുഷോത്തമ സാറാണ് ഇന്ന് നമ്മളോട് ജീവജാലങ്ങളിൽ മെക്കാനിസം എങ്ങനെ പ്രവർത്തിക്കുന്നു തന്റെ അനുഭവവും അദ്ദേഹം ഇന്ന് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതിന് അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഞാൻ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം പുരുഷോത്തമ സർ. നമസ്കാരം. നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഞാൻ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. പിന്നെ അല്പസമയം സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങൾ നേരിട്ടത് കൊണ്ടാണ് അല്പം വൈകിയത്. ഞാൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു. പക്ഷെ ഒരു പരിചയക്കുറവ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ നെറ്റിന്റെ എന്തോ ഒരു പ്രയാസം ഉള്ളത് കൊണ്ടോ ആയിരിക്കാം അങ്ങനെ സംഭവിച്ചത്. ക്ഷമ ചോദിക്കുന്നു. ഇന്ന് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതല എന്ന് പറയുന്നത്, ഇന്നലെയാണ് എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു ടോപ്പിക്ക് സംസാരിക്കണം, വല്ലതും സംസാരിക്കണം എന്നുള്ള ഒരു അനുഭവം പറച്ചിലുകാരനായിട്ട് കുറെ കാലമായിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. അനുഭവം പറഞ്ഞു എന്റെ അനുഭവം ഒരു അനുഭവം അല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആയിപ്പോയോ എന്ന് ഒരു തോന്നലുള്ള അവസരത്തിലാണ് വീണ്ടും ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് എന്നെ ചുമതലപ്പെടുത്തിയത്. ഞാനിപ്പോൾ സ്വതവേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ പോകുന്ന അവസരത്തില് മറ്റുള്ള ആളുകളുടെ അനുഭവം വിശദീകരിക്കലാണ്. അതായത് എനിക്ക് എൻ്റെ മാഗ്നറ്റ് തെറാപ്പിയിലൂടെ ഈ ബയോട്ടോറിയം നേടിത്തന്ന അനുഭവം, റിസൾട്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു. പക്ഷേ എന്നിലൂടെ ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എൻ്റേത് വളരെ നിസ്സാരമായി പോയി എന്ന് തോന്നി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മറ്റുള്ള ആളുകളുടെ വളരെ അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ വിശദീകരിക്കുന്ന ഒരു പണിയാണ്. ഞാനത് ഒരു മുഖപുര എന്നത് പിന്നെ മറന്നുപോയി. ശേഷം വൈകിയത് കൊണ്ടായിരിക്കാം. നിങ്ങൾ ആദ്യം തന്നെ തുടങ്ങിയല്ലോ. മാഗ്നറ്റോ തെറാപ്പിയില് എന്റെ ഒരു അനുഭവം എന്നത് ഞാൻ ഇന്നത്തെ ടോപ്പിക്കായിട്ട് വെച്ചത് ശാസ്ത്രം അനുഭവം, മാഗ്നറ്റോ തെറാപ്പി ശാസ്ത്രം അനുഭവം. എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ പുരുഷോത്തമൻ ബാലുശ്ശേരിയിലെ മല സ്വദേശിയാണ്. യഥാർത്ഥത്തിൽ ഞാൻ നാദാപുരം സ്വദേശിയാണ്. അവിടെ ജനിച്ച് കളിച്ചു വളർന്ന ഒരാളാണ്. 13 വർഷമായിട്ട് ഞാനിപ്പോൾ ബാലുശ്ശേരിയിലെ കരുമലയിലാണ് താമസം. ഇവിടെയാണ് ഞാൻ മാഗ്നറ്റോ തെറാപ്പിയെ ബന്ധപ്പെട്ട ഈ ബയോട്ടോറിയത്തിന്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാദാപുരത്തും ചെറിയ രൂപത്തിൽ ഉണ്ട്, അതത്ര സജീവമായിട്ടില്ല. നമ്മൾ വിഷയത്തിലേക്ക് വരാം. എന്റെ ശബ്ദത്തിന്റെ ഒരു ശ്രോതസുഖ കുറവ് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. കാരണം പിന്നെ ശബ്ദത്തിന് ചെറിയൊരു പ്രയാസങ്ങൾ ഉണ്ട്. അത് ഇത്രയായിരുന്നില്ല, വളരെ വലുതായിരുന്നു.
തീരെ ശബ്ദമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയ അവസരത്തിലാണ് ഞാൻ മാഗ്നെറ്റോ തെറാപ്പിയിലൂടെ ഈ കേൾക്കുന്ന അത്രയെങ്കിലും നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചത്. മറ്റു പ്രയാസങ്ങളും ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നീടാണ് പറയുന്നത്. ആദ്യം ഞാൻ ശാസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് അത് പ്രധാനമായിട്ടും മാഗ്നെറ്റോ തെറാപ്പി ആണല്ലോ. അപ്പം മാഗ്നെറ്റോ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അപ്പോ പലർക്കും അതിനെക്കുറിച്ച് നല്ല ഒരു ധാരണ ഉണ്ടോ എന്നുള്ളത് ഒരു സംശയം എനിക്ക് ഈയിടെയായിട്ട് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പല്ലവി എന്ന രൂപത്തിൽ കേട്ടത് മനസ്സിലാക്കിയത് മാത്രം ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോ പലയിടങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ വളരെ നല്ല ശാസ്ത്രബോധവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള നിരവധി ആളുകളെ സമീപിക്കേണ്ടി വരുന്നു. അവരൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പ്രയാസമുള്ള ഒരു അവസ്ഥ സംജാതമാവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ എല്ലാ ആളുകൾക്കും ഇതിന്റെ ഒരു ശാസ്ത്രം ശരിക്കും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് അതൊരു തിരിച്ചടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് അതൊരു തിരിച്ചടിയായി ഭാവിക്കുമോ എന്നുള്ള ഒരു സംശയത്തിലാണ്, ഒരു ചിന്തയിലാണ് ഞാൻ ഇതേക്കുറിച്ചുള്ള ശാസ്ത്രം ഒരു കുറച്ചെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു ചോദ്യത്തിന് തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ഒരു ശാസ്ത്രബോധമെങ്കിലും ഇതേക്കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു തോന്നലിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുത്തത്. പ്രത്യേകിച്ച് ഈ ശാസ്ത്രം കേൾക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു ബുദ്ധിയും വിദ്യാഭ്യാസവും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോ പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 100% ശാസ്ത്രാനുബന്ധിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ശാസ്ത്രമല്ലാതെ ഇതിൽ മറ്റൊന്നുമില്ല. ഞാൻ പറയുന്ന എന്നെ കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ സ്വതവേ പറയാറുള്ളത്, ഇതില് മന്ത്രമോ മായാജാലമോ മറ്റ് അത്ഭുത സിദ്ധികളൊന്നുമില്ല. ഇതിൽ പക്കാ ശാസ്ത്രമാണ്. 100% ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റും നിർമ്മിതിയും പ്രയോഗ രീതിയുമാണ് ഇതിന്റെ എന്നാണ് ഞാൻ പറഞ്ഞു വരാറുള്ളത്. അപ്പോൾ എന്താണ് ഇതിന്റെ ശാസ്ത്രം ഉള്ളത്? പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. നല്ല ആരെങ്കിലും പുതിയതായിട്ടുള്ള ആൾക്കാരോ ആരെങ്കിലും ഇതേക്കുറിച്ച് നല്ലൊരു അവഗാഹം ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. മാത്രമല്ല എല്ലാ ദിവസവും നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആളുകൾ മാറി മാറിയാണെങ്കിൽ കേൾക്കുമ്പോഴുള്ള ഒരു ആവർത്തന വിരസത മാറിക്കിട്ടാൻ വേണ്ടി കൂടിയാണ് ഇന്നൊരു പ്രത്യേക രൂപത്തിൽ ഞാനിത് അവതരിപ്പിക്കുന്നത്. എന്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് അവതരണമാണ്. പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇതിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നെറ്റോ തെറാപ്പി എന്താണ്? യഥാർത്ഥത്തിൽ മാഗ്നെറ്റോ തെറാപ്പി എന്താണ്? നമ്മളൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ അതിനൊരു നിർവചനം കൊടുക്കാൻ നമുക്ക് സാധിക്കും. മനുഷ്യ ശരീരത്തിൽ കാന്തിക ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു രോഗ നിർഗമന ചികിത്സാ മാർഗമാണ് മാഗ്നെറ്റോ തെറാപ്പി. വളരെ ലളിതമാണ്. മനുഷ്യ ശരീരത്തിൽ കാന്തിക ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു രോഗനിർഗമന ചികിത്സാ മാർഗമാണ് മാഗ്നെറ്റോ തെറാപ്പി. ഇത് ആരെങ്കിലും ഓർത്തു വെച്ചാൽ ഇതിന്റെ ഒരു വിശദീകരണം നൽകുന്ന അവസരത്തിൽ നമുക്ക് വളരെ അയലളിതമായ രൂപത്തിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ ഒരു പാരഗ്രാഫ് കൊണ്ട് സാധിക്കും. ഇത്തരം ഒരു പ്രയോഗ രീതി കൊണ്ട്, ഒരു നിർവചനം കൊണ്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നിർവചനം എന്റേതായിട്ടുള്ള ഒരു രൂപത്തിൽ, അത് ശരിക്കും ശാസ്ത്രമാണ്, നിലവിലുള്ളതാണ്, ഞാൻ എന്റേതായ ഒരു രൂപത്തിൽ തയ്യാറാക്കി എന്ന് മാത്രം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. മനുഷ്യ ശരീരത്തിൽ കാന്തിക ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു നിർമാർജന ചികിത്സാ മാർഗമാണ് മാഗ്നെറ്റോ തെറാപ്പി. അപ്പോ മാഗ്നെറ്റോ തെറാപ്പി എന്ന് പറയുമ്പോൾ മാഗ്നെറ്റ് ഉപയോഗിച്ചാണ് എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. മാഗ്നെറ്റ് എന്ന് പറഞ്ഞാൽ കാന്തമാണെന്നല്ലോ, അതിന്റെ മലയാളാർത്ഥം കാന്തം എന്നാണ്. അപ്പം കാന്ത ചികിത്സ എന്ന് തന്നെ നമ്മൾ പറയുമ്പോൾ പലരും കാന്ത ചികിത്സ അല്ലെ, അത് ഞാൻ കേട്ടിട്ടുണ്ട്, കാന്ത ചികിത്സ. അപ്പൊ ജപ്പാൻ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ജപ്പാൻ കിടക്കയിൽ ബന്ധപ്പെട്ട കാന്ത ചികിത്സയെ കുറിച്ച് ഉള്ള ഒരു പ്രചാരണം, അറിവ് ചില ആളുകളിലുണ്ട്. അപ്പോ നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആ കാന്ത ചികിത്സ തന്നെയാണോ നമ്മുടേത്, അല്ലെങ്കിൽ നമ്മുടേതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ
അല്ലെങ്കിൽ പിന്നെ പ്രത്യേക ഗുണങ്ങളുണ്ടോ, മറ്റു കാന്ത ചികിത്സകളിൽ നിന്നും നമ്മുടേത് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഇനി പറയാനുള്ളത്. നമ്മുടേത് ഒരു പ്രത്യേക പ്രൊഡക്റ്റ് ആണ്. ഈ പിന്നെ ആധുനിക കാലഘട്ടത്തിൽ മാറി വന്ന കാന്ത ചികിത്സയുടെ അല്ലെ പുതിയ രൂപത്തിലുള്ള കാന്ത ചികിത്സയുടെ വളരെ അയലളിതമായ രൂപത്തിൽ ഒരു രോഗിക്ക് സ്വന്തമായി ഉപയോഗിച്ച് പിന്നെ അതിന്റെ ഗുണം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ആ രൂപത്തിൽ തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ് കാന്ത ചികിത്സ എന്നുള്ളത് പറഞ്ഞു. അപ്പം കാന്ത ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ വിവിധ തരം കാന്തങ്ങളെ ഉള്ള ഒരു ചെറിയ അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോ എത്ര തരം കാന്തങ്ങളുണ്ട്, ഇതെങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, ഇതിന്റെ പ്രയോഗ രീതി എന്താണ്, ഇതിലൂടെ ലഭിക്കുന്ന ഗുണം എങ്ങനെയാണ് ആകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കുന്നത്. മറുപുറത്ത് ഒരാളുടെ മനസ്സ്, നമ്മളെ കേൾക്കുന്ന ഒരാളുടെ മനസ്സിലുള്ള ചോദ്യം ചിലപ്പോൾ നമ്മോട് ചോദിച്ചെന്ന് വരില്ല, ചിലപ്പോൾ ചോദിക്കും. അപ്പൊ ചോദിക്കാത്തവർക്ക് വേണ്ടിയാണ് പിന്നെ നമ്മൾ പറയേണ്ടത്. അപ്പോൾ ചോദിക്കാത്ത ആളുകൾ നമുക്ക് ചിലപ്പോൾ ദോഷം ചെയ്യും. അത് ഉൾക്കൊള്ളാതെ അവർ മറ്റുള്ള ആളുകളോട് അതൊക്കെ വെറും തട്ടിപ്പാണ്, ഇങ്ങനെയൊക്കെ പറയിട്ട് പലതും വന്നിട്ടുണ്ട്, അത് പലതും പോയിട്ടുണ്ട് എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രചാരണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലളിതമായിട്ട് കാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തങ്ങൾ പ്രധാനമായിട്ടും 2 തരമാണ്. പ്രധാനമായിട്ട് 2 തരം എന്നാണ് ഞാൻ പറയുന്നത്. കാന്തങ്ങൾ നിരവധിയുണ്ട്. പ്രധാനമായിട്ട് 2 തരം എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ പ്രകൃതിദത്ത കാന്തം എന്ന് പറയുന്ന, നമ്മൾ ബയോമാഗ്നറ്റിക്, ഭൗമകാന്തം എന്നൊക്കെ പറയുന്ന അതാണ് അതിൽ ഒന്നാമത്തെ കാന്തം. അതായത് പിന്നെ ഭൂമിയിൽ സ്വയംഭൂവായിട്ട് ഉണ്ടാകുന്ന കാന്തം. ഭൂമിയുടെ പുറംപാളിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ പുറംപാളി എന്ന് പറയുമ്പോൾ ക്രസ്റ്റ്, ഈ ക്രസ്റ്റിലാണ് ഈ ഭൗമകാന്തം സ്ഥിതി ചെയ്യുന്നത്. അത് കണക്കിന് അടി താഴ്ചയിലാണ് അതിന്റെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് അവിടെ സ്വയംഭൂവാണ്, ആരും ഉണ്ടാക്കിയതല്ല, പ്രകൃതിദത്ത ഉള്ളതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഭൂമിയിലുള്ളത് ആയതുകൊണ്ട് അതിനെ നമ്മൾ മലയാളത്തിൽ ജൈവകാന്തം എന്ന് വിളിക്കുന്നു. അപ്പോ അതാണ് ഒന്നാമത്തെ കാന്തം. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമകാന്തമാണ്. കൃത്രിമകാന്തം എന്ന് പറയുമ്പോൾ നമ്മളെ ഉള്ളിൽ നമുക്കതിന്റെ അർത്ഥം വന്നു കഴിഞ്ഞു. കൃത്രിമകാന്തം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചെടുക്കുന്ന കാന്തം. അപ്പോ രണ്ടാമത്തെ കാന്തത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. രണ്ടാമത്തെ കാന്തത്തെ കുറിച്ച് മനസ്സിലാക്കി മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ ഭൗമകാന്തത്തെ കുറിച്ച്, ബയോമാഗ്നറ്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഈ ഭൗമകാന്തം, ബയോമാഗ്നറ്റ് ഉപയോഗിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അതിന്റെ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. അത് പറഞ്ഞു പോകുമ്പോൾ തന്നെ പ്രധാനം കാന്തങ്ങളുണ്ട് എന്ന് അറിയേണ്ടതും നമ്മുടെ എന്താണെന്ന് എന്ന് വിശദീകരിക്കാനും അത് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടാനും അത് ഉപകരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ കൃത്രിമകാന്തത്തെ കുറിച്ച് വ്യക്തമായി പറഞ്ഞാൽ മാത്രമേ അത് അങ്ങനെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടൈപ്പിലേക്ക് പോകുന്നത്. അപ്പോ സ്വാഭാവിക കാന്തം എന്ന നമ്മുടെ ഭൗമകാന്തം, രണ്ടാമത്തത് കൃത്രിമകാന്തം. കൃത്രിമകാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇൻസുലേറ്റഡ് ചുരുളിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക ക്ഷേത്രം രൂപപ്പെടുന്നു. ഒരു ഇൻസുലേറ്റഡ് ലോഹ കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അതിൽ ഒരു കാന്തിക ക്ഷേത്രം രൂപപ്പെടുന്നു. ഇതാണ് കൃത്രിമകാന്തം. ഈ കമ്പിച്ചുരുളിനകത്ത് നമ്മൾ ഒരു ഇരുമ്പുദണ്ഡ് വെക്കുകയാണെങ്കിൽ ഈ ഇരുമ്പ് ലോഹം ആ സമയത്ത് കാന്തമായി രൂപാന്തരപ്പെടും. വിദ്യുതബന്ധം വിച്ഛേദിക്കുന്ന അവസ്ഥയിൽ ഈ ഇരുമ്പുള്ള കാന്തിക ശക്തി നഷ്ടപ്പെടുന്നു. ഇതാണ് കൃത്രിമകാന്തം അല്ലെങ്കിൽ താൽക്കാലിക കാന്തം എന്നൊക്കെ പറയും. അങ്ങനെ നിരവധി പേരുകളിൽ കാന്തമുണ്ട്. വൈദ്യുതകാന്തം, സ്ഥിരകാന്തം, അസ്ഥിരകാന്തം, ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ കാന്തം അറിയപ്പെടും. അപ്പം ഒരു സ്ഥിരകാന്തം നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇനി പറയുന്നത്.
സ്ഥിരകാന്തം നിർമ്മിക്കുന്നത് ഒരു ലോഹസങ്കരം ഉപയോഗിച്ചാണ്. ലോഹസങ്കരം എന്ന് പറഞ്ഞ സ്ഥിരകാന്തം ഉപയോഗിക്കുന്നത് അൽനിക്കോ എന്ന് പറയുന്ന ലോഹസങ്കരമാണ്. അൽനിക്കോ എന്ന് ഞാൻ പറയുമ്പോൾ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. ഇതിലെ നിക്കൽ എന്ന് പറയുന്ന ലോഹത്തെ കുറിച്ച് എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. നമുക്ക് ഭാവിയിൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞ് കുറച്ചങ്ങോട്ട് വരുമ്പോൾ നിക്കലിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഇവിടെ ഒന്നുകൂടി കോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്ന് പറയുന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് സ്ഥിരകാന്തം, കൃത്രിമകാന്തമാണ്, അത് സ്ഥിരമായിട്ട് കാന്തിക ശേഷി നിലനിർത്തുന്ന ഒരവസ്ഥയിലേക്ക് അതിനെ മാറ്റാൻ ഈ ലോഹസങ്കരം ഉപയോഗിച്ചുള്ള കാന്തം, കൃത്രിമകാന്തത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ശാസ്ത്രകാരന്മാർ ഈ സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഈ ലോഹസങ്കരം, പിന്നെ അൽനിക്കോ എന്ന ലോഹസങ്കരം തന്നെ ഉപയോഗിക്കുന്നു. അപ്പൊ കാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലോഹത്തിനകത്തുള്ള അനേകം ആറ്റങ്ങൾ, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റങ്ങളിൽ ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോണും ഇങ്ങനെയുള്ള പിന്നെ ഘടകങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ ചലനാത്മകത നിശ്ചലമാക്കുന്ന അവസ്ഥയാണ് കാന്തം എന്ന് പറയുന്നത്. ഇതേ ലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ആറ്റങ്ങളുടെ, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റങ്ങളുടെ ചലനാത്മകത നിശ്ചലമാകുമ്പോൾ അടുക്കി അടുക്കി അതിനെ രൂപപ്പെടുത്തി നിർത്തുന്ന ഒരവസ്ഥയാണ് കാന്തം എന്ന് പറയുന്നത്. ആ ലോഹദണ്ഡിനെ മറ്റു ലോഹങ്ങളെ ആകർഷിക്കാനുള്ള, മറ്റു എല്ലാ ലോഹങ്ങളെയും ആകർഷിക്കുന്നില്ല, പ്രത്യേകിച്ച് കൊബാൾട്ട്, അയണ് ഇതുപോലുള്ള പ്രത്യേകതരം ലോഹങ്ങളെ മാത്രമേ ആകർഷിക്കുന്നുള്ളൂ. ആ ആകർഷണശേഷി ഉണ്ടാകുന്നത് ഒരു ലോഹത്തിന് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ്. ആ അവസ്ഥയിലുള്ള ഒരു ലോഹത്തെയാണ് നമ്മൾ കാന്തം എന്ന് വിളിക്കുന്നത്. അപ്പോ ഇനി നമുക്ക് ഈ നിയോഡൈമിയം മാഗ്നറ്റിലേക്കാണ് പോകുന്നത്. നിയോഡൈമിയം മാഗ്നറ്റിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചില്ല. അപ്പോ ഒന്നാമത്തെ കാന്തം നമ്മുടെ ബയോമാഗ്നറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇതെങ്ങനെയാണ് പിന്നെ ഉണ്ടാകുന്നത്, അതിന്റെ ഉപയോഗം എന്താണ്, പിന്നെ അതിന്റെ കാന്തിക പ്രേരണ എങ്ങനെയാണ്, അത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, ഇതിന്റെ ശാസ്ത്രം, ഇതേക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിന് അവസാനം, അതായത് 1885 ഓസ്ട്രിയൻ ഓസ്ട്രിയൻ രസതന്ത്ര ശാസ്ത്രജ്ഞനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഭൂമിയുടെ ക്രസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന, ഭൂമി മേൽഭാഗത്തു നിന്നും നൂറുകണക്കിനടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലോഹ അയിരുകൾക്കിടയിൽ നിന്നും, അതായത് ലോഹം എന്ന് പറഞ്ഞാൽ നമുക്ക് സുലഭമായി ലഭിച്ചിരുന്നത് ഇരുമ്പാണ്. അപ്പൊ ഇരുമ്പ് ഖനനം പോലുള്ള ഖനന പ്രക്രിയയിൽ ഏർപ്പെടുന്ന സമയത്ത് ഭൂമിയടിയിൽ ഇത് രൂപത്തിലാണ് ലോഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതായത് അസംസ്കൃത ലോഹം എന്ന് പറയാം. അപ്പൊ ഈ ഇരുമ്പ് അയിരിൽ നിന്നും കൊബാൾട്ട്, നിക്കൽ, അലൂമിനിയം ഇതുപോലുള്ള ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്ന അവസരത്തിൽ ഇവയിൽ നിന്നും ഒരു പ്രത്യേകതരം പിന്നെ ലോഹത്തെ വേർതിരിച്ചെടുക്കുകയാണ്. അത് പിന്നെ ആദ്യം ഡൈമിയം, രണ്ടാമത് പ്രിസിയോഡൈമിയം, ഇങ്ങനെ 2 തരം പുതിയ മൂലകങ്ങൾ അദ്ദേഹം നടത്തുകയാണ്. ആദ്യമായിട്ടാണ് 2 തരം മൂലകങ്ങൾ കണ്ടെത്തുന്നത്, ഡൈമിയം, പ്രിസിയോഡൈമിയം. ഈ ഡൈമിയം എന്ന് പറയുന്ന മൂലകമാണ് നമ്മുടെ പിന്നീട് അറിയപ്പെട്ട നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിയോഡൈമിയം മാഗ്നറ്റ് എന്ന് പറയുന്നത്. നിയോഡൈമിയം മാഗ്നറ്റ് അന്ന് മാഗ്നറ്റ് എന്ന് വിളിച്ചിരുന്നില്ല. നിയോഡൈമിയം മൂലകം പിന്നെ ആണ് നമ്മുടെ അണുസംഖ്യ മൂലകത്തില് 60ാമത്തെ മൂലകമായി വരുന്ന, പിന്നെ ചേർക്കപ്പെട്ടിട്ടുള്ള ND എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നിയോഡൈമിയം. നമ്മളത് നിയോഡൈമിയം മാഗ്നറ്റ് എന്ന് വിളിക്കുവാണ്. ശാസ്ത്രലോകം അതിനെ മാഗ്നറ്റായി ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് നിയോഡൈമിയം മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. അല്ലാത്ത പക്ഷം അതിന് നിയോഡൈമിയം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ND എന്നാണ് അതിന്റെ ചുരുക്കപ്പേര്. നമ്മുടെ മൂലക പട്ടികയിൽ അണുസംഖ്യ 60 ആണ്.
ഈ മൂലകത്തെ കണ്ടെത്തിയ അവസരത്തിൽ വീണ്ടും നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 30 വർഷങ്ങൾക്ക് ശേഷം 1925 ആകുമ്പോഴേക്കാണ് ഇതിനെ പൂർണ്ണ അർത്ഥത്തിൽ ശുദ്ധീകരിച്ച രൂപത്തിൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളൂ. അത്ര നിരന്തരമായിട്ടുള്ള കഠിന പ്രയത്നത്തിന്റെ അല്ലെങ്കിൽ അത്രയും വിപുലമായ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ നിയോഡൈമിയം എന്ന ഈ മൂലകത്തെ വേർതിരിച്ചെടുക്കാൻ ശാസ്ത്ര ലോകത്തിന് സാധിച്ചത് എന്നാണ് ഞാൻ ഈ കാലയളവിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്. അത്രയും ശ്രമകരമായിരുന്നു അത്. എന്നാൽ ലോകത്തിന് തന്നെ മനുഷ്യകുലത്തിന് പ്രത്യേകിച്ച് അത്ഭുതകരമായുള്ള ഗുണം വാഗ്ദാനം ചെയ്യുന്ന നേടിക്കൊടുത്ത ഒരു കണ്ടുപിടുത്തമായിരുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ കണ്ടുപിടുത്തത്തിന്റെ മറ്റു കണ്ടുപിടുത്തങ്ങളിൽ നിന്നും വ്യതിരിക്തമായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇതാണ് മനുഷ്യകുലത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള വളരെ പ്രായോഗിക തലത്തിൽ അവന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച് നേടുവാൻ സ്വായത്തമാക്കാൻ കഴിവുള്ള ഒരു മൂലകത്തെ കണ്ടെത്തി എന്നത് ലോകത്തിന് വലിയൊരു സംഭാവനയായിരുന്നു ഈ ശാസ്ത്രകാരൻ നൽകിയത്. എന്ന് പറയട്ടെ സാറേ, ആ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് സംസാരിക്കാവോ? വോയിസ് ബ്രേക്കായി പോകും. ഓക്കെ സംസാരിച്ചു. ക്ലിയർ ആണോ? ക്ലിയറാ സാറേ. ശാസ്ത്രകാരൻ നമുക്ക് സംഭാവന ചെയ്തത് അത്രയും വലിയ ഒരു കാര്യമായിരുന്നു. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, നമ്മുടെ അലോപ്പതിയുടെ അതിപ്രസരത്തിൽ അവരുടെ ഒരു കുത്തകവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മറ്റ് ശാസ്ത്രങ്ങളെയൊന്നും അനുവദിക്കാത്ത അവസരത്തിൽ നമ്മുടെ ഈ നേട്ടം ലോകത്തിന് കാളോർ വെൽസ് ബാച്ച് എന്ന ശാസ്ത്രകാരൻ അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നത്തിലൂടെ നേടിത്തന്ന ഈ അറിവ് നമുക്ക് ലഭിക്കാതെ പോയി. അതുകൊണ്ട് തന്നെ ഇതിന്റെ നേട്ടം മനുഷ്യകുലത്തിന് ലഭിക്കാൻ വർഷങ്ങൾ വീണ്ടും വേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിലൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട മിസ്റ്റർ സാഗർ ജോഷിയിലൂടെ ഈ ബയോട്ടോറിയത്തിലൂടെ അത് ലോകത്തിന് നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മികച്ച ഒരു നേട്ടമായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. പറയാൻ ഉദ്ദേശിച്ചത് അത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. മാഗ്നറ്റോതെറാപ്പിയിൽ ലോകത്ത് നിരവധി സ്ഥാപനങ്ങൾ അവരുടേതായിട്ടുള്ള രൂപത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടേതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ട് എന്നതാണ് നമ്മൾ ഇതിൽ ഉറച്ചു നിൽക്കാനും ഇതിൽ പ്രവർത്തിക്കാനും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വമ്പിച്ച സ്വീകാര്യത വെളിപ്പെടുത്തുന്നത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ നിയോഡൈമിയം മാഗ്നറ്റ്, ഈ നിയോഡൈമിയം മാഗ്നറ്റ് കണ്ടെത്തിയ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ശാസ്ത്രകാരന്മാർ ലോകത്തെമ്പാടും ഈ പുതിയ മൂലകങ്ങളെ കുറിച്ച് ഗവേഷണം നടത്താനും പഠിക്കാനും റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും അതിന്റെ ഗുണഗണങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും നിരന്തര പരിശ്രമം നടത്തുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ മനുഷ്യ ശരീരത്തിൽ ഇതെങ്ങനെയാണ് ഗുണകരമാകുന്നത് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മനുഷ്യ ശരീരത്തിൽ മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, അതിന് എങ്ങനെയാണ് മനുഷ്യൻ അത് ഗുണകരമായി ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ കാന്തം, ഇതിന് നമുക്ക് കാന്തം എന്ന് വിളിക്കാം. ഇതിന് കാന്തിക ശക്തിയുണ്ട്. ഈ കാന്തിക ശക്തി ജൈവമാണ്, പ്രകൃതിദത്തമാണ്, ഭൗമമാണ്. അപ്പോ നേരത്തെ കാന്തത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതെങ്ങനെയാണ് കാന്തമായി ഉപയോഗപ്പെടുത്താൻ സാധ്യമല്ല. മാത്രവുമല്ല, തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നിയോഡൈമിയം എന്ന മൂലകം മനുഷ്യ ശരീരത്തിൽ നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഇതിനെ എങ്ങനെ കാന്തമാക്കിയെടുക്കാം? ഒരു വെളുത്ത പൊടിയാണ്, വെള്ളി നിറത്തിലും അല്പം മഞ്ഞ നിറത്തിലുമുള്ള ഒരു പൊടിയാണ്. അപ്പൊ ഇത് കാന്തരൂപത്തിലാക്കണമെങ്കിൽ പ്രക്രിയകൾ ആവശ്യം.
അതാണ് ഞാൻ നേരത്തെ മാറ്റിവെച്ച ഈ നിക്കൽ ലോഹത്തിന്റെ ഒരു സ്ഥാനം വരുന്നത്. നിക്കൽ ലോഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കാന്തിയെ നല്ല രൂപത്തിൽ വളരെ ഉയർന്ന അളവിൽ സ്വാംശീകരിക്കാൻ അതിനെ പ്രസരിപ്പിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു ലോഹമാണ് നിക്കൽ. കാന്തശക്തിയെ വലിയ അളവിൽ എന്ന് പറഞ്ഞാൽ 99.9999% അളവിൽ സ്വാംശീകരിക്കാനും അതേപോലെ തന്നെ പ്രതിഫലിപ്പിക്കാനും കഴിവുള്ള ഒരു ലോഹമാണ് നിക്കൽ. ഈ നിക്കൽ ലോഹത്തിന്റെ ഒരു ചട്ടക്കൂടിനകത്ത് അടക്കം ചെയ്ത് അതിനെ രൂപകൽപ്പന ചെയ്ത് മാറ്റിയെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിയോഡൈമിയം കാന്തമായി മാറുന്നത്. നിക്കൽ ലോഹത്തിന്റെ ഒരു ചട്ടക്കൂടുണ്ടാക്കിയതിനു ശേഷം അത് ഏത് രൂപത്തിലും മാറും. അങ്ങനെയുള്ള ആ നിക്കൽ ലോഹക്കൂടിനകത്ത് അടക്കം ചെയ്ത് ഈ പൊടിമണ്ണാണല്ലോ അടക്കം ചെയ്ത് അതിനെ ആവശ്യമുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കുമ്പോഴാണ് അത് കാന്തമാകുന്നത്. എന്ന് പറഞ്ഞാൽ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും സംജാതമാകുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ നിക്കൽ ലോഹത്താൽ ഉദയപ്പെട്ട ഈ നിയോഡൈമിയം കാന്തമായി മാറുകയും ഈ കാന്തം മനുഷ്യ ശരീരത്തിൽ സമ്പർക്കത്തിലേക്ക് വരുന്ന അവസരത്തിൽ ശാസ്ത്രകാരന്മാർ വാഗ്ദാനം ചെയ്യുന്നു മിതമായ ശരീരോഷ്മ കുറയാൻ കാരണമാകും. ഓക്സിജന്റെ അളവ്, അതായത് രക്തത്തിൽ ഓക്സിജന്റെ അളവ് ക്രമം നിർത്താൻ സജീവമാക്കാൻ കാരണമാകുന്നു. രക്തചംക്രമണ വ്യവസ്ഥ, രക്തപരിചരണ വ്യവസ്ഥ, ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം, ഇങ്ങനെയുള്ള മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ സർവതോമുഖമായിട്ടുള്ള ഉയർത്തുനിൽപ്പിനും മുന്നോട്ട് പോക്കിനും നിലനിൽപ്പിനും ശാരീരിക പ്രക്രിയകളും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള രക്തചംക്രമണ വ്യവസ്ഥ സജീവമാക്കുന്നു, അനായാസമാക്കുന്നു. ആലോചിച്ചു നോക്കൂ, എത്ര മഹത്തരമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. മനുഷ്യത്തിന് അത്യന്തം അങ്ങനത്തെ ഗുണമായിട്ടുള്ള ഒരു മൂലകത്തിന്റെ കണ്ടെത്തൽ അമിതമായ ശരീരോഷ്മാവ് കുറക്കുന്നു. ശരീരോഷ്മാവിന്റെ വർദ്ധിച്ച അളവിലുള്ള ശരീരോഷ്മാവ് നിരവധി രോഗങ്ങൾക്ക് കാരണമാണ് ഈ ലോകം പിന്നെ പറയുന്നു. ഓക്സിജൻ അളവ് വണ്ണം ഇല്ലാത്തത് ഓക്സിജൻ നിർബന്ധമാണ്. സെക്കൻഡിൽ 20 സമയത്ത് ഓക്സിജൻ കൃത്യമായിട്ട് ലഭിക്കാത്ത 20 സമയത്ത് എന്നാണ് ഞാൻ ഉണ്ടെങ്കിൽ തിരുത്തുക. ഓക്സിജന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഇല്ല എങ്കിൽ ഉടൻ മരണം ആണ് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ രക്തചംക്രമണ വ്യവസ്ഥ, ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന പോഷകാംശങ്ങൾ ശരീരങ്ങളിൽ മുഖ്യ മൂലയിലും എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയ രക്തം നിർവഹിക്കുന്നു. നാം ശ്വസിക്കുന്ന ഓക്സിജൻ അല്ലെങ്കിൽ നിരവധി ശ്വസിക്കുന്നു. ശ്വാസകോശം ഓക്സിജനെ ഇങ്ങോട്ട് വേർതിരിച്ചെടുക്കുകയാണ്. ലബോറട്ടറി ആണല്ലോ, വേർതിരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഉപയോഗിക്കപ്പെട്ട ഓക്സിജൻ അങ്ങനെ രക്തത്തിലൂടെ ഈ ഓക്സിജൻ കലകളിൽ എല്ലായിടത്തും എത്തിച്ചേരുമ്പോൾ ജീവകോശങ്ങൾ, മനുഷ്യകോശങ്ങൾ, ശരീരകോശങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു മനുഷ്യന്റെ ആയുസ്, ഒരു മനുഷ്യന്റെ പൂർണ്ണമായ ആരോഗ്യം സജീവമായി നിലനിർത്താൻ ഈ 3 ഘടകങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇത് നിർബന്ധമാണ്. ഇത് ഉണ്ടെങ്കിൽ, സജീവമാണെങ്കിൽ ഒരാളുടെ ആരോഗ്യം, അയാൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അയാൾ അങ്ങനെ ആയിരിക്കും, മറ്റു തർക്കങ്ങളില്ല. അല്ലാത്ത പക്ഷം മാത്രമാണ് രോഗങ്ങൾ വരാനുള്ള സാധ്യതയും സാധാരണഗതിയും അത് പരിഹരിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മൂലകം ഈ മൂലത്തെ കണ്ടെത്തിയതും
നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഉപയോഗപ്പെടുന്നതുമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ഒരു സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇനി ഈ രോഗവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ശരീരത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് എന്ന് കൂടി അറിയേണ്ടതുണ്ടല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് എന്ന്. അപ്പോൾ ഈ കാന്തത്തിന് ഏതെങ്കിലും രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നതും അത് തന്നെയാണ്. ഒരു കാന്തത്തിനും മനുഷ്യ ശരീരത്തിലുള്ള ഏതെങ്കിലും അസുഖത്തെ മാറ്റാനുള്ള യാതൊരു കഴിവും ഇല്ല. പ്രത്യേകിച്ച് കൃത്രിമകാന്തം. കൃത്രിമകാന്തം മനുഷ്യ ശരീരത്തിന് ദോഷമാണ്. കൃത്രിമകാന്തം ഉപയോഗിച്ചുള്ള കാന്തിക ചികിത്സ നിലവിലുണ്ട്. എന്നാൽ ഈ ഇതിന്റെ നിയോഡൈമേത്തിന്റെ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഗ്ലാസ് ടൈപ്പിലുള്ള രൂപാന്തരങ്ങൾക്ക് അത് പുറപ്പെടുവിക്കുന്ന ചില പ്രകാശരശ്മികൾക്ക് ഏതെങ്കിലും ഒരു രശ്മിയെ നമുക്ക് മനസ്സിൽ ധരിക്കാം. ആ രശ്മി ഉപയോഗിച്ച് കൃത്യമായിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നില്ല, അതുകൊണ്ടാണ് രശ്മിയുടെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പെട്ടെന്ന് തയ്യാറാക്കിയത് കൊണ്ട് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ആ ഒരു രശ്മിയെ സങ്കല്പിക്കുക, ഉപയോഗിച്ച് കണ്ണിന്റെ ഓപ്പറേഷൻ, നേത്ര ശസ്ത്രക്രിയ നടത്താൻ ഉപയോഗപ്പെടുത്തും. നിയോഡൈമിയം മാഗ്നറ്റിന്റെ പ്രത്യേകത ഉപയോഗം എന്ന് പറയുന്നത് ലോകത്തിന്ന് അത്യന്താപേക്ഷിതവും പ്രധാനപ്പെട്ടതും നിർബന്ധവും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ്. ചൈനയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. ഇന്ത്യ, ചൈന, ജപ്പാൻ, കൊറിയ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് സുലഭമായിട്ടുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ചൈനയിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ അത് ഉൽപ്പാദിപ്പിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും ചൈനക്കാർ തന്നെ. പക്ഷെ അവര് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആരോഗ്യ ചികിത്സ എന്നതിൽ ഉപരി മറ്റു കാര്യങ്ങൾക്കാണ് അതിന്റെ നേട്ടങ്ങൾ ഉപയോഗിക്കുന്നത്. ജാപ്പാനീസ് വളരെ അപരിഷ്കൃതമായിട്ടുള്ള അവരുടെ ഗോത്ര സമൂഹം അന്ന് ഇത് ഉപയോഗിച്ചിരുന്നു. അവർക്കിത് കാന്തമാണെന്നോ ഇത് മനുഷ്യ ശരീരത്തിൽ എന്തെങ്കിലും അസുഖത്തെ മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടോ ആയിരുന്നില്ല. ഭൂമിക്കടിയിൽ നിന്നും ഒരു കലാമിറ്റിയുടെ ഭാഗമായിട്ട് പുറത്തേക്ക് പൊട്ടിപ്പുറത്ത് വന്നിട്ടുള്ള ചരൽ രൂപത്തിൽ കാണപ്പെട്ട ഈ കാന്തത്തെ അവർ എടുത്തു മിനുക്കി ശരീരത്തിൽ ധരിക്കുകയാണ്. കല്ലുമാല ധരിക്കുന്ന ഒരു കാലം അത് എടുത്തു മിനുക്കിയപ്പോ അത് നല്ല വെളുത്ത കളറിലുള്ള മനോഹരമായിട്ടുള്ള ഒന്നായി മാറുമ്പോൾ അവർ അതിന് തുളയുണ്ടാക്കി ചരടിൽ കോർത്ത് ശരീരത്തിൽ ആഭരണമായി ധരിക്കുകയാണ്. അതിന്റെ ദോഷം അവർ മനസ്സിലാക്കിയതിനോടുകൂടി അവർ ഇല കൊണ്ടുള്ള മാലകൾ ഉണ്ടാക്കി കഴുത്തിൽ ധരിക്കുകയും ശരീരത്തിൽ ധരിക്കുകയും അതിന് മുകളിലേക്ക് അത് ധരിക്കുകയും ചെയ്യുന്നു. പിൽക്കാലത്ത് അതിന്റെ ഗുണങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടതോടുകൂടി നൂറ്റാണ്ടുകളിലൂടെ വാമൊഴിയായി കൈമാറി വന്ന് അത് അവർ ഒരു പാരമ്പര്യ ചികിത്സ എന്ന രൂപത്തിൽ സ്വീകരിക്കുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും ആയുർദൈർഘ്യമുള്ള ഒരു ജനത എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, ചൈനയാണ്. ഏറ്റവും അവസാനമായിട്ട് 2 മാസം മുമ്പേ ഈ ലോകം വിട്ടുപിരിഞ്ഞ ലോകമുത്തശ്ശിയുടെ പ്രായം 117 ജാപ്പാനീസിന്റെ ആയുർദൈർഘ്യം ലോകരാജ്യങ്ങൾ ഇന്ന് മാതൃകയാണ്. അപ്പം ഈ നിയോഡൈമിയം മാഗ്നറ്റിന് പിൽക്കാലത്ത് ശാസ്ത്രലോകം വികസിച്ചതിനോടുകൂടി ഇത് ആ കാന്തമാണ്, നിയോഡൈമിയം മാഗ്നറ്റ് ആണ് അവർ ആ അപരിഷ്കൃത മനുഷ്യർ ഉപയോഗിച്ചത്. നമ്മളുടെ ഈ ആയുർദൈർഘ്യത്തിന്റെ നേട്ടം ഇത് തന്നെ ആയിരിക്കാം എന്നുള്ള നിഗമനത്തിൽ ഗവേഷണം നടക്കുകയും അതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണിത് ശരീരത്തിൽ സമ്പർക്കത്തിൽ വരുമ്പോൾ രോഗം മാറുന്നത് എന്നാണ്. അപ്പോ ഇത് ശരീരത്തിൽ സമ്പർക്കത്തിൽ വരുന്ന അവസരത്തിൽ ഈ കാന്തം ഒരു രോഗത്തെയും മാറ്റാനുള്ള കഴിവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇത് വരുന്നത്? ഇതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ സജ്ജീകരിച്ചിരിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലാണ്. തിരിച്ചും മറിച്ചും എന്ന് പറയാൻ വേണമെങ്കിൽ ആ രൂപത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു. നമ്മൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് ആകർഷിക്കുകയും വികർഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് രക്തം. അപ്പൊ നമ്മുടെ പൾസ് റേറ്റ് അറിയുന്ന ഭാഗത്താണ് നമ്മൾ റിസ്റ്റ് ബാൻഡ് ചുറ്റുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ പൾസ് റേറ്റ് നോക്കുന്ന ഡോക്ടർമാർ രോഗി ചെന്നാൽ ഉടനെ തന്നെ കൈപിടിച്ച് നോക്കുന്നത് എല്ലാവർക്കും അറിയാം. ആ ഭാഗത്താണ് നമ്മൾ റിസ്റ്റ് ബാൻഡ് എന്ന് തന്നെയാണല്ലോ അതിന്റെ പേര് ചുറ്റിവെക്കുന്നത്. അവിടെ സമ്പർക്കത്തിൽ വരുമ്പോൾ ഈ രക്തത്തിലുള്ള ഇരുമ്പ് സത്ത് അത് ഈ പുഷ് പുൾ ആക്ഷനിൽ ഇതിന്റെ നോർത്ത് പോളും സൗത്ത് പോളിലും ആകർഷിക്കപ്പെടുകയാണ്.
അപ്പൊ ആകർഷണ വികർഷണം നടക്കുമ്പോൾ ഈ രക്തത്തിന്റെ പ്രവാഹത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നു. വളരെ നിസ്സാരമാണ്, തീവ്രത വർദ്ധിക്കുന്നു. അപ്പോൾ രക്തത്തിന്റെ കട്ടി കുറയുന്നു, വെള്ളത്തിന്റെ കട്ടി കുറയുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് സമർത്ഥിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ രക്തചംക്രമണ വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ അത് സജീവമാകുമ്പോൾ ഓക്സിജന്റെ അളവ് കൃത്യമായിട്ട് എല്ലായിടത്തും എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിന് ഓക്സിജന്റെ അളവ് ക്രമപ്പെടുത്തി നിർത്താനും സുലഭമാക്കാനും വേണ്ടി കഴിയുന്ന ഒന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ കോവിഡ് കാലത്തുള്ള ഓക്സിജന്റെ അഭാവത്തിലുള്ള മരണം, അതിലൂടെ നമ്മുടെ കമ്പനിക്ക് ലഭിച്ചിട്ടുള്ള കൊറോണ യോദ്ധ അംഗീകാരം, ഇതൊക്കെ എടുത്തു പറയുമ്പോൾ ഇതിന്റെ ഒരു വളരെ വിപുലമായിട്ടുള്ള ശാസ്ത്രീയ അടിത്തറ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുകയാണ്. അപ്പൊ ശരീരത്തിൽ സമ്പർക്കത്തിൽ വരുമ്പോൾ വിവിധ മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കുകയാണ്, ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ. ഈ കാന്തത്തിന്റെ സ്വാധീനത്താലാണ്. കാന്തം ഒരു രോഗത്തെയും മാറ്റുന്നില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. അത് നമ്മളങ്ങനെ ആരോടും തെറ്റിദ്ധരിച്ച് പറയാൻ പാടില്ല. ശാസ്ത്രം തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ശാസ്ത്രം, എത്ര ശാസ്ത്രബോധമില്ലാത്ത ഒരാളോടും ശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും, ബോധ്യപ്പെടും എന്നത് തന്നെയാണ് ശാസ്ത്രത്തിന്റെ ഒരു പ്രാധാന്യവും പ്രത്യേകതയും സവിശേഷത. അതാണ് ശാസ്ത്രബോധമുള്ള ഒരാൾക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ ശാസ്ത്രബോധമില്ലാത്ത, വിദ്യാസമ്പന്നനില്ലാത്ത ഒരാൾക്ക് പോലും ശാസ്ത്രം പറയുമ്പോൾ അത് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് അതിനെ ശാസ്ത്രം എന്ന് വിളിക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ശരീരത്തിൽ സമ്പർക്കത്തിൽ വരുന്ന അവസ്ഥയിൽ ശരീരത്തിൽ ഈ കാന്തിക ശക്തി ശരീരത്തിൽ എല്ലായിടത്തും ആഗിരണം ചെയ്യപ്പെട്ട്, അതായത് നമ്മൾ കഴിക്കുന്ന വെള്ളത്തിലൂടെ കാന്തിക ശക്തി നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് പ്രവേശിക്കുന്നു, ശരീരത്തിന് പുറത്തും അകത്തും പുറത്തുള്ള ഒരു പുഷ്പുള്ള ആക്ഷനിൽ ശരീരം നമ്മൾ ഒരു വേദന ഉണ്ടായ സമയത്ത് അറിയാതെ കൈകൊണ്ട് തടവുന്നത് പോലുള്ള യഥാസമയം 24 മണിക്കൂറും ഇത് ഉപയോഗിക്കുന്ന ഏതവസരത്തിലും ഒരു പുഷ്പുൾ പ്രക്രിയ ശരീരത്തിൽ, ഒരു മസാജിങ് പ്രക്രിയ ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം നമ്മുടെ ശരീരത്തിൽ ഒരു മസാജിങ് നടക്കുകയാണെങ്കിൽ, ശാസ്ത്രീയമായ രൂപത്തിൽ, ആരോഗ്യകരമായ രൂപത്തിൽ ഒരു മസാജിങ് നടക്കുകയാണെങ്കിൽ, ഒരു രോഗിയുടെ ഒരു ശരീരത്തിൽ അങ്ങനെ ഒരു മസാജിങ് നടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നിരവധി മാലിന്യങ്ങൾ പുറത്തു പോകാനുള്ള ഒരു പ്രയോഗം അതിലൂടെ സാധ്യമാകുന്നു. ആവശ്യമായിട്ടുള്ള വെള്ളം കഴിക്കുന്നു. രക്തത്തിൽ 70% വെള്ളമാണ്, അല്ലെങ്കിൽ ഭൂരിഭാഗവും വെള്ളമാണ്. ഭൂമിയുടെ 3/4% വെള്ളമാണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രക്തത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കഴിച്ചിരിക്കണം. 20 കിലോ ഭാരമുള്ള ഒരാൾക്ക് 1 ലിറ്റർ എന്ന അനുപാതത്തിൽ, എത്രയാണോ ഭാരം അത്രയും അനുപാതത്തിൽ അളവിൽ വെള്ളം കഴിക്കുമ്പോൾ രക്തത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കുന്നു. ഇങ്ങനെ രക്തത്തിന്റെ കട്ടി കുറയുന്നു, രക്തപ്രവാഹം സജീവമാവുന്നു. ശരീരത്തിൽ എല്ലാ ഭാഗത്തും അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാൻ രക്തചംക്രമണ വ്യവസ്ഥ എന്നാണ് പറയുന്നത്. രക്തചംക്രമണ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അതുകൊണ്ടാണ് അതിന് ചംക്രമണം എന്ന് പറയുന്നത്. മലയാള വാക്കിൽ ചംക്രമണം എന്ന് പറഞ്ഞ് ഇങ്ങനെ റൊട്ടേഷൻ എന്നാണ് അതിന്റെ മലയാള അർത്ഥം. അപ്പം രക്തം ഒരു ഭാഗത്തോട്ട് അങ്ങോട്ട് പോയിട്ട് അതിൽ തന്നെ തിരിച്ചു പോരുകയാണ് എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അത് ശാസ്ത്രം കൂടുതൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടും. രക്തം അങ്ങോട്ട് പോവുകയും തിരിച്ചിങ്ങോട്ട് പോരുകയും ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന അവസരത്തിൽ കലോറി കണക്കിന് പോഷകാംശങ്ങൾ കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അതിൽ ഓക്സിജനും എല്ലാ ശരീരത്തിന് ആവശ്യമുള്ള, ശരീരം സമ്പാദിച്ചു വേർതിരിച്ച് സംസ്കരിച്ചെടുത്ത എല്ലാ പോഷകാംശങ്ങളും ഓക്സിജൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രക്തത്തിലൂടെ ഇങ്ങനെ ഒരു ടിപ്പർ ലോറിയിൽ പോകുന്നത് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ലോഡുമായി വരുന്ന ഒരു ലോറി തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് മറ്റൊരു ലോഡും കൊണ്ട് പോകുന്നത് പോലെ തിരിച്ചു പോരുമ്പോൾ ഈ രക്തത്തിൽ നമ്മുടെ ശരീരകോശങ്ങളിൽ പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ തിരിച്ചു പോരുകയാണ്. ആലോചിച്ചു നോക്കൂ, എത്ര മഹത്തരമായിട്ടുള്ള, അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. ഈ മാലിന്യങ്ങൾ മുഴുവനായിട്ടും ഈ രക്തത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അത് വഹിച്ചു കൊണ്ടുവന്ന് ശരീരം മാലിന്യങ്ങൾ പുറന്തള്ളേണ്ട പലതരം പ്രക്രിയകൾ, മലം, മൂത്രം, വിയർപ്പ്, ഉമിനീര്, ശ്വാസം,
എന്നിങ്ങനെയുള്ള നിരവധി സംവിധാനങ്ങളിലൂടെ ശരീരത്തിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന, വർഷങ്ങളായി അടിഞ്ഞുകൂടി കിടക്കുന്ന ശാരീരിക പ്രക്രിയകൾക്ക്, കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ഒരാൾ ആരോഗ്യവാനായി എന്ന് പറയാൻ ഇത്തരം കാര്യങ്ങൾ സജീവമായി നടന്നാൽ മാത്രം മതി. ഇതാണ് മാഗ്നെറ്റോതെറാപ്പിയുടെ പ്രത്യേകത. അതായത് കോശം കാന്തം നേരിട്ട് ഒരു അസുഖത്തെയും മാറ്റുന്നില്ല. അതിന്റെ സ്വാധീനം നമ്മുടെ ശരീരത്തിൽ സമ്പർക്കത്തിൽ വരുന്ന അവസരത്തിൽ ശാരീരികമായിട്ട് സംഭവിക്കുന്ന ഗുണങ്ങൾ, മാറ്റങ്ങൾ, ശരീരം നേടിയെടുക്കുന്ന കാര്യങ്ങൾ, അതിലൂടെയാണ് ശരീരം ഡിസോർഡർ മാറി ഓർഡറിൽ വരുവാണ്. അപ്പോൾ ഈ പ്രക്രിയയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ലളിതമായിട്ട് ഒരാളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നത് എന്താണ് കാന്ത ചികിത്സ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്നതിന് ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒറ്റ വാക്കിന് പറയാണ്. ശരീരത്തിനെ ആരോഗ്യപരമായിട്ടുള്ള ഡിസോർഡറിനെ ഓർഡറാക്കാൻ കാന്തത്തിന്റെ സ്വാധീനത്താൽ സഹായകരമാകുന്നു എന്ന വാക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാന്തം ഒരു അസുഖത്തിനെ മാറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ശരീരത്തിലെ നിലവിലുള്ള ഡിസോർഡറിനെ ഓർഡറാക്കാൻ ഈ കാന്തത്തിന്റെ സ്വാധീനത്താൽ സഹായകരമാകുന്നു എന്ന് പറഞ്ഞ അതിന്റെ പൂർണ്ണമർത്ഥം ആയി വിശദാംശങ്ങൾ പിന്നീട് ചോദിക്കുമ്പോൾ മാത്രം മതി എന്നാണ് എന്റെ ഒരു നിഗമനം. ഇനി എന്റെ അനുഭവം വളരെ ചുരുക്കി പറയാം. ഞാനൊരു തൈറോയ്ഡ് രോഗിയായിരുന്നു. എന്നെ കുറിച്ച് പലർക്കും അറിയാം. ഞാനൊരു പാട്ടൊക്കെ മുമ്പ് പാടിയിട്ടുണ്ട്. ചെറുതില് സജീവമായിട്ട് സംഗീത ലോകത്തും കലാരംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരാളായിരുന്നു. പക്ഷെ എന്റെ ശബ്ദത്തിന്റെ വോക്കൽ കോഡിന്റെ ഒരു മിസ്റ്റേക്ക് കാരണം അതൊക്കെ നിന്നുപോയി. പിന്നീട് തൈറോയ്ഡ് രോഗം വന്നു. തൈറോയ്ഡ് രോഗം വന്നതിന് ശേഷം എനിക്ക് തീരെ ശബ്ദമില്ലാത്തൊരവസ്ഥ വന്നു. പതിയെ എനിക്ക് കൊളസ്ട്രോളിന്റെ പ്രശ്നം വന്നു. പിന്നീട് ക്രിയാറ്റിന്റെ അളവ് കൂടി. അതായത് 1.1 വേണ്ട സ്ഥാനത്ത് 2.48 അതിനുശേഷം എന്റെ വലത്തേ കൈ അങ്ങോട്ട് സ്വാധീനം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ തൊഴിലൊന്നും ചെയ്യാൻ പറ്റാത്ത 3-4 മാസം വീട്ടിൽ വെറുതെ ഇരിപ്പായി പോയി. മുടിഞ്ഞ് നാരായണക്കല്ല് എടുത്ത എന്ന് പറയുന്ന രൂപത്തിൽ യാതൊരു വരുമാനമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് എന്റെ സുഹൃത്തും ഒരു സന്തത സഹചാരി എന്ന് പറയാൻ പറ്റുന്ന ചന്ദ്രമാഷ്, കക്കട്ട് സ്വദേശിയായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ കക്കട്ട് കൈവേലി സ്വദേശിയായിട്ടുള്ള ചന്ദ്രമാഷ് എന്നോട് നിരന്തരം ഇത് ആവശ്യപ്പെടുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഈ അവസരത്തിൽ വൈകിയ വേളയിൽ അതൊന്നും ഞാൻ ഇനി ഓർമ്മപ്പെടുത്തുന്നില്ല. വലിയൊരു സംഘർഷത്തിന്റെ വലിയ വിമർശകനായിരുന്ന ഞാൻ അങ്ങേയറ്റം നഖശികാന്തം ഇതിനെ വിമർശിച്ച, അന്ധവിശ്വാസം എന്ന് പറഞ്ഞ ശാസ്ത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ ഇതിനെ ഡിഫക്റ്റ് ചെയ്ത ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രക്രിയ എന്റെ ഈ നിസ്സഹായാവസ്ഥ. എന്നോട് ഡോക്ടർ പറയുകയാണെങ്കിൽ ഒരു കാലത്തും താങ്കളുടെ രോഗം മാറാൻ സാധ്യതയില്ല, താങ്കളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉത്പാദനം പൂർണ്ണമായി നിലച്ചുപോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചത്ത അവസ്ഥയിലാണ് എന്ന് പറയുകയും ഗുളിക കുടിച്ചതിന്റെ ഭാഗമായിട്ട് 6 കൊല്ലം തുടർച്ചയായിട്ട് കൃത്യമായിട്ടും ഗുളിക കുടിച്ചതിന്റെ ഭാഗമായിട്ട് ശരീരത്തിലെ കിഡ്നിയുടെ പ്രവർത്തനം താളത്തിൽ ആയി എന്ന് പറഞ്ഞ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഞാൻ പകച്ചുപോയ ഒരു അവസരത്തിലാണ് ഞാൻ ആ ഡോക്ടറോട് തുറന്നു പറയുകയും താങ്കളുടെ ചികിത്സ ഇനി മുതൽ ഞാൻ തുടരുന്നില്ല എന്ന് പറയുകയും ചന്ദ്രമാഷോട് ഞാൻ ഗതികെട്ട ഒരു അവസരത്തിൽ ഈ പ്രൊഡക്റ്റിന് വേണ്ടി ആവശ്യപ്പെടുകയും ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച അതിലേക്ക് എന്നെ എത്തിച്ച എന്റെ കൂടെ അന്നും ഇന്നും എന്നോടൊപ്പമുള്ള മിസ്റ്റർ ബാബുവേട്ടൻ, അതുപോലെ ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളും ഇതിന്റെ പ്രയോഗ രീതിയും വളരെ ലളിതമായിട്ട് എന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പ്രേരിപ്പിച്ച നമ്മുടെ താമരശ്ശേരി സ്വദേശിനിയായിട്ടുള്ള നമ്മുടെ ബീന മേഡം, ഇങ്ങനെ ആളുകളെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അല്ലാതെ ഇത് പറഞ്ഞു പോകുന്നത് അനുചിതമായിരിക്കും, നന്ദി കേടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ 3 പേര് ഞാനിവിടെ പ്രത്യേകം പരാമർശിക്കുന്നത്. അതിനുശേഷം വെറും 26 ദിവസം കൊണ്ട് ഞാനിത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്. എനിക്കിത് വീണ്ടും വിമർശിക്കണമെങ്കിൽ ഇത് ഞാൻ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് അതിന്റെ ഓർഡർ റിസൾട്ട് ഇല്ല എന്നുള്ള ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെടണം. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഞാനിത് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ഉപയോഗിച്ചത്. മാത്രവുമല്ല വെറും 26 ദിവസം കൊണ്ട്
എനിക്കിതിന്റെ പൂർണ്ണമാർത്ഥത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു റിസൾട്ട് ആദ്യമായി ഞാൻ ജീവിതത്തിൽ പകച്ചുപോയ ഒരാള്, ഭാവി എന്ന രൂപത്തിൽ പകച്ചു നിൽക്കുന്ന അവസരത്തിൽ ഈ ബയോട്ടോറിയത്തിന്റെ മാഗ്നെറ്റോ തെറാപ്പി പ്രൊഡക്റ്റ് 5 പ്രൊഡക്റ്റുകൾ ഞാൻ വാങ്ങുകയും പിന്നെ അതായത് ഞാൻ ആവശ്യപ്പെട്ട പിറ്റേ ദിവസം തന്നെ പ്രൊഡക്റ്റ് എന്റെ വീട്ടിലെത്തുകയാണ്. കാരണം അങ്ങനെയുള്ള ഒരു വിമർശകനെ ഏത് വിധേനയും ഇതിലൂടെ പിന്നെ നേട്ടം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ രംഗത്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു വാശിയുടെ പുറത്തായിരിക്കാം ചന്ദ്രൻ മാഷ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെ തീരുമാനിച്ചിട്ട് എനിക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു തരുന്നത് എന്നുകൂടി പിന്നെ ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വെറും 26 ദിവസം കൊണ്ട് ക്രിയാറ്റിനിന്റെ അളവ് 2.48 നിന്നും 1.1 വരികയാണ്. തൈറോക്സിൻ TSH 68 നിൽക്കുന്ന അവസരത്തിൽ, TSH 68 ഉയർന്ന തോതിൽ നിൽക്കുന്ന അവസരത്തിൽ, ശബ്ദം പൂർണ്ണമായി നിലച്ചു പോയിട്ട് ഒരു ഊമയെ പോലെ പെരുമാറുന്ന അവസരത്തിൽ ക്രിയാറ്റിനിന്റെ അളവ് TSHന്റെ അളവ് 3.5 വരികയാണ്. എനിക്ക് വേണ്ടത് 5 ആണ്. അത്ഭുതകരമല്ലേ? കൊളസ്ട്രോൾ ഏത് വഴിയാണ് മറുകണ്ഠം ചാടി ഓടിയത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നീട് ചില ടെസ്റ്റുകളിൽ കൊളസ്ട്രോളിന്റെ അളവിൽ ചെറിയ നേരിയ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും അപകടകരമായ രൂപത്തിലേക്ക് അത് പോയിട്ടില്ല. ഇന്നും ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഗുളികയും കുടിക്കാതെ സന്തോഷവാനായിട്ട് ആരോഗ്യവാനായിട്ട് ജീവിക്കുന്നു. ഈ ബയോട്ടോറിയത്തിന്റെ സജീവ പ്രവർത്തകനാണ്. പിന്നെ മാഗ്നെറ്റോ തെറാപ്പി സമൂഹത്തിൽ അതിന്റെ ശാസ്ത്രം ബോധ്യപ്പെടുത്താൻ വേണ്ടി പഠിച്ചും പ്രവർത്തിച്ചും പിന്നെ മുന്നോട്ട് പോകുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം എൻ്റെ മകൾക്ക് 8 വർഷമായിട്ടുണ്ടായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം എന്ന് പറയുന്ന ഒരവസ്ഥക്ക് വൈദ്യലോകത്തിന് പരിഹരിക്കാൻ 8 വർഷമായിട്ടും സാധിക്കാതിരുന്ന പിന്നെ ഒരു വലിയ ഒരു പ്രയാസത്തിന് ഇപ്പോൾ 5 മാസമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവള് സന്തോഷവതിയായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ എൻ്റെ വീട്ടിലുള്ള 3 പേരും ഞങ്ങൾ പിന്നെ പിന്നീട് ഒരാവേശത്തിൽ ഇതിന്റെ ഫാമിലി പ്രൊഡക്റ്റും മറ്റു പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കൊണ്ട് 24 മണിക്കൂറും എന്ന രൂപത്തിൽ ഇതിന്റെ ഗുണം അനുഭവിച്ചുകൊണ്ട് ഒരു ഫാമിലി ആയിട്ട് അനുഭവിച്ചുകൊണ്ട് സമൂഹത്തിന് അത് മാതൃകയാകുന്ന രൂപത്തിൽ പിന്നെ വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. അതിനുശേഷം എന്റെ റിസൾട്ട് അറിഞ്ഞ എന്റെ അയൽവാസികൾ 35 വർഷമായിട്ട് ചികിത്സിച്ച പിന്നെ അവരെ ചികിത്സിച്ച 100 കണക്കിന് ഡോക്ടേഴ്സിന് എന്താണ് രോഗം എന്ന് നിർവചിക്കാൻ പോലും പറ്റാത്ത ഒരവസരത്തിൽ ഒരു പിന്നെ ചേച്ചി ഈ പ്രൊഡക്റ്റ് പിന്നെ സ്വയമേവ എന്നെ സമീപിച്ച് വാങ്ങിക്കൊണ്ടു പോവുകയും അത് അവരിപ്പോൾ സന്തോഷവതിയായിട്ട് എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് പിന്നെ ഉന്മേഷവതിയായിട്ട് ജീവിക്കുന്നു. 8-8.5 വർഷമായിട്ട് സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലായിട്ടുള്ള ശ്രീധരേട്ടൻ എന്ന ഒരു 75 വയസ്സുകാരൻ 10-20 ലക്ഷം ചെലവാക്കിയിട്ടും മടങ്ങി നിൽക്കുന്ന വിരൽ നേർത്തു കൊടുക്കാൻ പറ്റാത്ത ഒരു ഡോക്ടറെ പഴിപറഞ്ഞുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ തൊടിയിലൂടെ വീട്ടുപറമ്പിലൂടെ പിന്നെ സന്തോഷവാനായിട്ട് നടക്കുന്നു, പിന്നെ സംസാരിക്കുന്നു എന്നുള്ള വളരെ വിലപ്പെട്ട സംഭാവനകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റായി മാഗ്നെറ്റോ തെറാപ്പിയെ ഞാൻ ഈ അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി മുന്നോട്ട് വെക്കുന്നു, പുതിയ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇതിന്റെ ഗുണഗണങ്ങൾ സമൂഹത്തിന് ലോകത്തിന്റെ ഏതറ്റം വരെയും ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ട ശ്രമം എല്ലാവരും നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇനിയും കൂടുതൽ പറയാനുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. തൽക്കാലം ഞാൻ നിർത്തുന്നു. എന്നെ കേട്ട എല്ലാവർക്കും, എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും, വിശിഷ്യ എന്നെ ഇതിലേക്ക് കൊണ്ടുവരികയും എനിക്ക് ഈ മാഗ്നെറ്റോ തെറാപ്പിയുടെ ഈ ബയോട്ടോറിയത്തിന്റെ പിന്നെ വിലപ്പെട്ട ഗുണം നേടിത്തരാൻ എന്നെ പ്രാപ്തമാക്കിയ സഹായിച്ച എല്ലാവർക്കും നന്ദിയും എന്റെ കടപ്പാടും അറിയിച്ചുകൊണ്ട് 5 മിനിറ്റ് പോലും സംസാരിക്കാൻ ശേഷിയില്ലാതിരുന്ന ഞാൻ 1 മണിക്കൂറായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടി, സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ശരി. താങ്ക് യു സർ, താങ്ക് യു. വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ അതിന് കാരണക്കാരായി എന്നതില്. ഓക്കെ, താങ്ക് യു. കുറച്ച് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടായെങ്കിലും വളരെ ഭംഗിയായിട്ട് സാറിന്റെ കാര്യങ്ങളും നമ്മളെ നിയോഡൈമിയത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ.